വ്യാജവുമായി ദൈവത്തെ വിളിക്കുന്ന ഒരു വലിയ കൂട്ടത്തിൻ്റെ നടുവിൽ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുന്ന ചിലരോടാണ് ദാവീദ് തുടർന്ന് സംസാരിക്കുന്നത്. അത് 7-ാം വാക്യത്തിലാണ്. ഞാനോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്കിലുള്ള ഭക്തിയോടെ, നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. Because of your great love, I can come into your house. With deep respect, I bow down toward your holy temple. എങ്ങനെ അഥവാ എന്തുകൊണ്ട്, എവിടെ, എന്തിന് എന്ന 3 ചോദ്യം നമുക്ക് ചോദിക്കാം. എങ്ങനെ അഥവാ എന്തുകൊണ്ട്? നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. എങ്ങനെ ഒരാൾ ദൈവസന്നിധിയിൽ വരുന്നു, എങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കാൻ വരുന്നു, എങ്ങനെ ഒരാൾ ആരാധിക്കാൻ വരുന്നു, എന്താ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ബിക്കോസ് ഓഫ് യുവർ ഗ്രേറ്റ് ലവ്. എൻ്റെ ദൈവമേ, നിന്റെ അനന്തമായ സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നത്. നമ്മളെല്ലാ ദിവസവും കാണുന്നവരല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാം ദൈവസന്നിധിയിൽ വരാൻ എന്താണ് യോഗ്യത? സിനിമയ്ക്ക് പോകുന്നവർക്ക് അതിലോട്ട് കയറാനുള്ള യോഗ്യത ടിക്കറ്റാണ്. ട്രെയിനിൽ കയറുന്നവർക്ക് അതിൽ കയറാനുള്ള യോഗ്യത ടിക്കറ്റാണ്. പക്ഷെ ആ ടിക്കറ്റും കൊണ്ട് എയർ കണ്ടീഷനിൽ കയറാൻ പറ്റില്ല, അതിന് വേറെ ടിക്കറ്റാണ്. ഇതുകൊണ്ട് അവിടെ കയറിയാൽ കനത്ത ഫൈൻ അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് പാർലമെന്റ് ഹൗസിലോ അസംബ്ലിയിലോ കയറണമെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ പോകണമെങ്കിലും അപ്രകാരം തന്നെ. എന്തിനേറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങളൊരു ഡോക്ടറെ കാണാനിരിക്കുകയാണെങ്കിൽ 2 രൂപയുള്ളെന്ന് തോന്നുന്നു, അതോ കൂട്ടിയോ? ഒരു ചെറിയ ടോക്കൺ എടുക്കണം. അത് വെച്ച് നിങ്ങളെ വിളിക്കുമ്പോഴേ നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ 300 രൂപ കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബെൽറ്റ് പോലെ ഒരു സാധനം കയ്യെ കെട്ടിത്തരും, അല്ലെങ്കിൽ ഒരു ATM കാർഡ് പോലെ ഒരു കാർഡ് തരും പോക്കറ്റിൽ വയ്ക്കാൻ. ഇതും കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമയം അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബെല്ല് വരും, അല്ലെങ്കിൽ എഴുതി വരും. ആ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് കയറാം. എന്തുകൊണ്ട് വന്നു? എന്നെ വിളിച്ചത് കൊണ്ട് വന്നു. ദാവീദ് ദൈവസന്നിധിയിൽ വരുവാനുള്ള യോഗ്യത പറയുന്നത് വ്യാജമല്ല. ഈ വ്യാജവും കൊണ്ട് ട്രെയിനിലൊക്കെ കയറി പറ്റിക്കാൻ ശ്രമിച്ച് കുറേയൊക്കെ രക്ഷപ്പെട്ട ഒത്തിരി പേരുണ്ട്. പക്ഷെ ദാവീദ് പറയാം, ഞാൻ ദൈവസന്നിധിയിൽ വരുന്ന വ്യാജ ടിക്കറ്റിലല്ല, കള്ള ടിക്കറ്റിലല്ല, ഞാൻ നിന്റെ കൃപയുടെ ബഹുത്വത്താല. ബിക്കോസ് ഓഫ് യുവർ ഗ്രേറ്റ് ലവ്. നാം ദൈവസന്നിധിയിൽ വരുന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ, കർത്താവിൻ്റെ സ്നേഹം. ദൈവത്തിന് നന്ദി പറഞ്ഞാണ്ട് ലേലുയ. ഇനി എവിടെയാ വരുന്നത്? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ, നിന്റെ ആലയത്തിൽ, യുവർ ഹൗസ്. എന്തിനാ വരുന്നത്? ആരാധിക്കാൻ. നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോടെ ആരാധിക്കും. വിശുദ്ധ മന്ദിരമാണ്, വ്യാജം ഒന്നും ചെലവാകാത്ത സ്ഥലമാണ്. നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഉദാഹരണം മനസ്സിലാകത്തില്ല.
അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് സാധാരണ പരിശോധനയല്ല, പ്രത്യേക പരിശോധന, ദേഹപരിശോധനയും പേപ്പർ പരിശോധനയുമുണ്ട്. നിങ്ങളെ കൃത്യമായ സ്ക്രീനിങ്ങിലൂടെ പരിശോധിച്ചിട്ടേ അപ്പുറത്തേക്ക് വിടുകയുള്ളൂ. ഞാൻ നിങ്കിലുള്ള ഭക്തിയോടെ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നെ ആരാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.